ഹായ് കിഡ്സ്, വെൽക്കം ടു അനൂസ് എഡു ഹബ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അത് സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ എല്ലാ ക്ലാസ്സസും ആക്ടിവിറ്റീസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3rd സ്റ്റാൻഡേർഡിൽ ഇംഗ്ലീഷിലെ ദ ബോയ് ആൻഡ് ദ ബേർഡ് എന്ന ചാപ്റ്ററാണ്. Let's start. This is Ringu. All his friends have gone home from school. He is waiting for his father. ഈ പിക്ചറിലൊരു കുട്ടി ഇരിക്കുന്ന കാണിക്കുന്നില്ലേ, ഇവനാണ് റിങ്കു. ഓൾ ഹിസ് ഫ്രണ്ട്സ് ഹാവ് ഗോൺ ഹോം ഫ്രം സ്കൂൾ. എല്ലാ കുട്ടികളും അവൻ്റെ എല്ലാ ഫ്രണ്ട്സും സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ പോയി. ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ. റിങ്കുവിൻ്റെ ഫാദർ വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, വിളിച്ചുകൊണ്ട് പോവാൻ. കിയോ കിയോ, റിങ്കു ഹേർഡ് എ സൗണ്ട്. ഇറ്റ് വാസ് എ ക്രൈ ഓഫ് എ ലിറ്റിൽ ബേർഡ്. ഇറ്റ് കെയിം ഫ്രം എ പൈൽ ഓഫ് ഡ്രൈ ലീവ്സ്. അപ്പോൾ വൈൽ ഹി വാസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ ടു കം, റിങ്കുവിൻ്റെ അച്ഛൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ കിയോ കിയോ എന്നൊരു സൗണ്ട് കേട്ടു. റിങ്കു ഹേർഡ് എ സൗണ്ട്. റിങ്കു ഒരു സൗണ്ട് കേട്ടു. ഇറ്റ് വാസ് ദ ക്രൈ ഓഫ് എ ലിറ്റിൽ ബേർഡ്. അതൊരു കുഞ്ഞിക്കിളിയുടെ കരച്ചിലായിരുന്നു. ഇറ്റ് കെയിം ഫ്രം എ പൈൽ ഓഫ് എ ഡ്രൈ ലീവ്സ്. കുറച്ച് കരിയിലകളുടെ ഇടയിൽ നിന്നായിരുന്നു ആ സൗണ്ട് കേട്ടത്, ആ കരച്ചിൽ കേട്ടത് റിങ്കു സാറ്റ് ഓൺ ഹിസ് നീസ്. ഹീ ഗ്രോപ്ഡ് ത്രൂ ദ ലീവ്സ്. ഹിസ് ഹാൻഡ്സ് stumbled on a poor little bird. റിങ്കു സാറ്റ് ഓൺ ഹിസ് നീസ്. റിങ്കു മുട്ടിലിരുന്നു. നീസ് വെച്ചാൽ മുട്ട്. ഹീ ഗ്രോപ്ഡ് ത്രൂ ദ ലീവ്സ്. ഗ്രോപ്ഡ് എന്ന് പറഞ്ഞാൽ തപ്പിത്തടഞ്ഞു. ഹീ ഗ്രോപ്ഡ് ത്രൂ ദ ലീവ്സ്. ഇലകളിൽ അവൻ തപ്പി നോക്കി. ഹിസ് ഹാൻഡ്സ് സ്റ്റംബിൾഡ് ഓൺ എ പുവർ ലിറ്റിൽ ബേർഡ്. അപ്പോൾ അവൻ്റെ കൈകൾ ഒരു കുഞ്ഞിക്കിളിയിൽ തടഞ്ഞു. മ്യാവ് മ്യാവ്. Ringu felt the presence of a cat. Will it catch the chick? He worried. He threw a stone at the cat. അപ്പോൾ പെട്ടെന്ന് മിയാവ് മിയാവ് എന്നൊരു പൂച്ചയുടെ സൗണ്ട് കേട്ടു. റിങ്കു ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് എ കാറ്റ്. റിങ്കുവിന് ഒരു പൂച്ചയുടെ ഒരു ഫീലിംഗ്, പൂച്ച അടുത്ത് എവിടെയോ ഉള്ളതായിട്ട് തോന്നി. വിൽ ഇറ്റ് ക്യാച്ച് ദ ചിക്ക്? അവൻ ചിക്കിനെ പിടിക്കുമോ? കുഞ്ഞിക്കിളീനെ പിടിക്കുമോ? ഹി വറീഡ്. അവൻ ടെൻഷനായി ഒരു നിമിഷം. ഹി ത്രൂ എ സ്റ്റോൺ അറ്റ് ദ കാറ്റ്. അവനൊരു കല്ലെടുത്ത് പൂച്ചയ്ക്ക് എറിഞ്ഞു. നെക്സ്റ്റ് പേജ്. റിങ്കു ജെന്റ്ലി പിക്ക് ദ ബേബി ബേർഡ്. വേർ ഇസ് ഇറ്റ്സ് നെസ്റ്റ്? വേർ ഇസ് ദ മദർ ബേർഡ്? ഹി ലിസൺ കെയർഫുള്ളി. ഫൈനലി ഹി ലൊക്കേറ്റഡ് ദ ട്രീ. റിങ്കു ജെന്റ്ലി പിക്ക് ദ ബേബി ബേർഡ്. ആ കുഞ്ഞിക്കിളീനെ എടുത്തു. വേർ ഇസ് ഇറ്റ്സ് നെസ്റ്റ്? ഇതിൻ്റെ കൂടെ എവിടെ? വേർ ഇസ് ദ മദർ ബേർഡ്? ഇതിൻ്റെ അമ്മക്കിളി എവിടെ? ഹീ ലിസൺ കെയർഫുള്ളി. അവൻ ഇങ്ങനെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ കേട്ടു. ഇങ്ങനെ ചുറ്റും ശ്രദ്ധിച്ചു. ഫൈനലി ഹീ ലൊക്കേറ്റഡ് ദ ട്രീ. അവസാനം അവൻ ട്രീ കണ്ടുപിടിച്ചു. ഈ കുഞ്ഞിക്കിളിയുടെ കിളിക്കൂടെ എവിടെ ഇരിക്കുന്നെന്ന് അവൻ കണ്ടുപിടിച്ചു. Ringu put the bird in his pocket. He climbed on to the top of the tree. He felt the branches and leaves with his hands to find the nest. At last, he found the nest. Ringu put the bird in his pocket. Ringu അവൻ്റെ പോക്കറ്റിൽ കുഞ്ഞിക്കിളീനെ വെച്ചു. കണ്ടില്ലേ, അവൻ ക്ലൈംബ് ചെയ്ത് പോകുന്ന കണ്ട. ഹീ ക്ലൈംബ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ട്രീ. അവൻ മരത്തിൽ കയറി മരത്തിൻ്റെ മുകളിലെത്തി. ടോപ്പ് ഓഫ് ദ ട്രീ. ഹീ ഫെൽറ്റ് ദ ബ്രാഞ്ചസ് ആൻഡ് ലീവ്സ് വിത്ത് ഹിസ് ഹാൻഡ്സ് ടു ഫൈൻഡ് ദ നെസ്റ്റ്. അവൻ കൈകൾ കൊണ്ട് ഇങ്ങനെ ഫെൽറ്റ് ചെയ്തു. തൊട്ട് അവൻ ബ്രാഞ്ചസ് ഏതാ ലീവ്സ് ഏതാ എന്ന് അവൻ ഇങ്ങനെ തൊട്ട് അത് കണ്ടുപിടിക്കുകയാണ്. എന്തിനാണ്? നെസ്റ്റ് കണ്ടുപിടിക്കാൻ. അറ്റ് ലാസ്റ്റ് ഹീ ഫൗണ്ട് ദ നെസ്റ്റ്. അവസാനം അവൻ കണ്ടുപിടിച്ചു, നെസ്റ്റ് കൂട് കണ്ടുപിടിച്ചു. Ringu took the bird out of his pocket. He carefully placed it in the nest.
The baby bird chirped happily. Ringu took the bird. Ringu പോക്കറ്റിൻ്റെ അകത്ത് നിന്ന് ബേർഡിനെ എടുത്തു. Out of his pocket. He carefully placed in the nest. പതുക്കെ അവൻ കെയർഫുള്ളായിട്ട് സൂക്ഷിച്ച് കൂട്ടിൻ്റെ അകത്ത് വെച്ചു. The baby bird chirped happily. ആ കുഞ്ഞിക്കിളി ചിലച്ചു അല്ലേ, ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ചിലച്ചു. The mother bird looked at the boy thankfully, but he couldn't see the bird. He was blind. The mother bird, അമ്മക്കിളി, looked at the boy thankfully. ആ ഒരു കുട്ടീനെ, ആ ഒരു പയ്യനെ താങ്ക്ഫുള്ളായിട്ട് നോക്കി. താങ്ക്ഫുൾ വെച്ചാൽ നന്ദിയോടെ നോക്കി. എൻ്റെ കൊച്ചിനെ തിരിച്ചു കൊടുത്തില്ലേ. ബട്ട് ഹീ കുഡിൻ സീ ദ ബേർഡ്. പക്ഷേ അവൻ ആ ബേർഡിനെ കാണാൻ പറ്റിയില്ല. കാരണം എന്താ? ഹീ വാസ് ബ്ലൈൻഡ്. അവൻ അന്ധനായിരുന്നു. പുവർ ബോയ് അല്ലേ. നമുക്ക് ഇതിൽ ആദ്യമേ നമുക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ഇതെന്താണ് അവൻ തപ്പി നോക്കി അല്ലേ, അങ്ങനെയൊക്കെ. ഹി ഗ്രോപ്പ് ത്രൂ ദ ലീവ്സ്. അവൻ തപ്പി നോക്കി. ഹിസ് ഹാൻഡ്സ് സ്റ്റംബിൾഡ് ഓൺ എ പുവർ ലിറ്റിൽ ബേർഡ്. അവൻ്റെ കൈകൾ ഒരു കിളിയിൽ തടഞ്ഞു. നമുക്കൊക്കെ നോക്കിയാൽ തന്നെ കാണാം അല്ലേ. പിന്നെ പൂച്ച കരഞ്ഞപ്പോൾ പൂച്ച അടുത്തവിടെ ഉണ്ടെന്ന് അവന് ഫീൽ ചെയ്തു. പിന്നെ എന്താണ്, അവൻ മരത്തിൽ കയറിയപ്പോൾ, അല്ല അതിന് മുമ്പേ തന്നെ അവൻ ശ്രദ്ധയോടെ കേട്ടു അല്ലേ. അമ്മക്കിളി ഇതിൻ്റെ കൂടെ എവിടെയാണെന്ന് അവൻ ശ്രദ്ധിച്ചു, ലിസൺ ചെയ്തു അല്ലേ. അവൻ ചെവി എല്ലാത്തിനും അവൻ കേട്ടു, അവൻ തപ്പി നോക്കി. ഇതൊക്കെയാണ് അവൻ ചെയ്യുന്നത്. ദെൻ വാട്ട്? അവൻ മരത്തിൽ കയറിയപ്പോൾ ബ്രാഞ്ചസും ലീവ്സും ഒക്കെ കൈകൾ കൊണ്ട് അവൻ ഫെൽറ്റ് ചെയ്തു. കൈകൾ തൊട്ടാണ് അവൻ എല്ലാം അറിയുന്നത്. പിന്നെ എന്താണ്, ലാസ്റ്റ് അമ്മക്കിളി നോക്കി താങ്ക്ഫുള്ളി നോക്കിയപ്പോൾ അവനത് മനസ്സിലാക്കാൻ പറ്റിയില്ല. കാരണം അവനത് കണ്ടിട്ടില്ല, അവൻ ബ്ലൈൻഡ് ആയതുകൊണ്ട്. ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നുമില്ല. ദി സ്റ്റോറി ഈസ് ജസ്റ്റ് ടു റീഡ്. ഇത് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കഷൻസ് അതൊന്നുമില്ല. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഫർദർ ആയിട്ടുള്ള എൻ്റെ ക്ലാസ്സസ് ആക്ടിവിറ്റീസ് എല്ലാം കാണാൻ സാധിക്കുകയുള്ളൂ. സപ്പോർട്ട് ചെയ്യുക, ദെൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.